സ്റ്റോക്ക് എടുത്ത് ആ ഒരു സിൽവറിൽ നിന്ന് ഈ ഒരു കോലത്തിൽ ആക്കിയെടുത്തതാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് കാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഉണ്ടാ ഇങ്ങനെ കേട്ടോ എൻ്റെ മോനെ വീൽസ് വേറെ തന്നെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ വണ്ടിക്ക് കണ്ടാ. മൻസൂറുടെ വീൽസ് ആണ്. വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് താവും. വണ്ടി ഇങ്ങനെ കാല് കൊടുത്ത് പോകുമ്പോൾ ഇങ്ങനെ പൊന്തി പോകണം. ആ സെയിം ഫീലാണ് കേട്ടോ നമുക്ക് ഇതിൽ കിട്ടണത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇപ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ ഡിഫൻഡറിൻ്റെ വീഡിയോസും ഷോർട്സും റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഡിഫൻഡറിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിഫൻഡറിൻ്റെ ഫുൾ വീഡിയോ ആയിരിക്കും. നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റോക്ക് എടുത്തതിന് ശേഷം ഫുള്ള് പണിതതാണ്, റാപ്പും കാര്യങ്ങളൊക്കെ ആക്കി വീൽസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തൊരു പണിതാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ആരും സ്കിപ്പ് ആക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഡിഫൻഡർ. ഇത് ആക്ച്വലി ഒരു 130 ഡിഫൻഡറാണ്, 3 ലിറ്റർ. ഇത് ആക്ച്വലി ഒരു സിൽവർ കളറിലാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുണ്ടാണ്, സ്റ്റോക്ക് എടുത്തതാണ്. സ്റ്റോക്ക് സിൽവർ കളറിൽ നിന്ന് നമ്മൾ മാറ്റി ഗ്രീനും അതുപോലെ ഫോർജും ഗ്ലോസി മാറ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു വേറെ തന്നെ ഒരു ലുക്കിലേക്ക് മാറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ട് വണ്ടിയിൽ നിന്ന്. ഇനി ഞാൻ മൊത്തത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടോ, വേറെ തന്നെ ഒരു ഫീലാണ് ഇത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കല്ല ഒന്നാമത്തെ കേസ്, രണ്ടാമത്തെ കേസ് ഡിഫൻഡറാണ്. അതാണ് മെയിനായിട്ട്. സോ ഈ ഒരു സ്റ്റോക്ക് അല്ലാതെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ തന്നെ ഒരുപാട് റിയാക്ഷൻസ് ഇപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ ഡിഫൻഡറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്ര വലിയ റിയാക്ഷൻസും കാര്യങ്ങളൊന്നും കിട്ടാറുണ്ട്, കിട്ടായികയല്ല. പക്ഷെ അത്ര വലിയ നാട്ടിലത്തെ ആ ഒരു റിയാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും സ്റ്റോക്ക് അല്ലാതെ ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ കിട്ടുന്ന റിയാക്ഷൻ ഉള്ളോ, അത് വേറെ തന്നെ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ. അത് ഈ ഒരു 24 ഇഞ്ച് വീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടു നടക്കുമ്പോൾ, അതും ലോ പ്രൊഫൈൽ ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടു നടക്കുമ്പോൾ വേറെ തന്നെ ഒരു റിയാക്ഷനും ഫീലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വണ്ടി ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതേ രണ്ട് ഭാഗത്ത് ഗ്രീന് വന്നിട്ട് സെൻറ്റർ ഇങ്ങനെ മൊത്തം ഒരു ലൈനായിട്ട് ഫോർജഡ് ഇങ്ങനെ വന്നിട്ട് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഒറിജിനൽ ഫോർജഡ് കാർബൺ ഫൈബർ അല്ല, പക്ഷേ ഒറിജിനൽ ഫോർജഡ് കാർബൺ ഫൈബറിൻ്റെ ആ ഒരു സെയിം ക്വാളിറ്റിയിൽ വരുന്ന റാപ്പാണ്. നോർമലി മാർക്കറ്റിലൊക്കെ ഫോർജഡ് കാർബണിൻ്റെ റാപ്പ് വരുന്നത് വേറെ ഒരു ക്വാളിറ്റിയിലാണിത്. തീരെ ഫോർജഡ് കാർബണായിട്ട് തീരെ ബന്ധമില്ലാത്തൊരു ക്വാളിറ്റിയിലാണ് ഫോർജഡ് കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള റാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇത് അതുപോലല്ല, ഇത് ആക്ച്വൽ ഫോർജഡ് കാർബൺ പോലെ തോന്നിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് ഫിനിഷിങ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒറിജിനൽ ഫോർജഡ് കാർബണും ഈ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് വരുന്നത്. സോ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ആ ഒരു സെയിം ഫോർജഡ് പോലെ വരുന്ന റാപ്പും കാര്യങ്ങളും ചെയ്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള സാധനമാണ്. അതുപോലെ ഈ റാപ്പും അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിൽ വണ്ടി. ഇപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർജഡ് കാർബൺ ഇങ്ങനെ വന്നിട്ട് ഫുള്ളി ഇങ്ങനെ ലൈനായിട്ട് വന്നിട്ട് ഫുള്ളി ഇങ്ങനെ നമ്മുടെ വൈറ്റ് ബോർഡിങ് കയറി ഇറങ്ങി സൈഡ് സ്കേർട്ടും കയറിപ്പോയി, അതായത് സൈഡ് സ്റ്റെപ്പ് അല്ലാതെ മേലേക്ക് സ്കേർട്ട് മൊത്തം കയറിപ്പോയിട്ട് ബാക്കിൽ കൂടെ അങ്ങനെ പോയി ഡിഫ്യൂസറും കറങ്ങി വണ്ടി മൊത്തത്തിൽ ഫോർജഡ് ആയിട്ടാണ് കിടക്കുന്നത്. മൻസൂർ എഡീഷൻ വണ്ടികളൊക്കെ കണ്ടിട്ടില്ലേ, മൊത്തം ഇതുപോലെ ആയിരിക്കും. സോ ആ ഒരു തീമിലാണ് ആക്കി എടുത്തേക്കുന്നത് നമ്മൾ. ഓക്കെ, ഒറിജിനൽ മൻസൂരി അല്ല എന്ന് മാത്രം, പക്ഷേ വീൽസും കാര്യങ്ങളൊക്കെ മൻസൂരുടെ തന്നെയാണ് കേട്ടോ. സ്റ്റോക്ക് എടുത്ത് ആ ഒരു സിൽവറിൽ നിന്ന് ഈ ഒരു കോലത്തിൽ ആക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ 130 ഞാൻ പറഞ്ഞില്ലേ, 130 എന്ന് പറഞ്ഞാൽ 1.5 നീളം കണ്ട. ആക്ച്വലി ഇതിൻ്റെ ചെറുത് വരുന്നത് 1 ടൺ, പിന്നെ 2 ഡോറായിട്ട് ബാക്കിൽ ഡിക്കി ഡോറുമായിട്ട് വരുന്നുണ്ട്, അത് 90 എന്ന് പറയും. ഇത് ആക്ച്വലി 130 എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ചെറുത് വരുന്നതാണ് നമ്മുടെ 1 ടൺ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് ആക്ച്വലി 7 സീറ്റർ ആണ്. 7 സീറ്റർ നോർമലി 1 ടണ്ണിലും വരുന്നുണ്ട്. പക്ഷേ ഈ 130 എന്ത് വ്യത്യാസം വെച്ചാൽ 7 സീറ്റർ കഴിഞ്ഞിട്ട് ഡിക്കിയിൽ സ്പേസ് ഉണ്ടാവും, അതാണ് വ്യത്യാസം. പിന്നെ അത് മാത്രമല്ല, സൺറൂഫ് ആക്ച്വലി പാനോറമിക് സൺറൂഫും വരുന്നുണ്ട് ഇതിന്, ബാക്കിൽ ഒരു ചെറിയൊരു സൺറൂഫും വരുന്നുണ്ട്. അപ്പോൾ അതാണ് 130യുടെ ആ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ 3 ലിറ്റർ ആണ് വണ്ടി വന്നിട്ട്. അപ്പോൾ അതിൻ്റേതായ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഇത് ഡ്രൈവ് ചെയ്യാൻ വേറെ തന്നെ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് ഡ്രൈവ് ചെയ്ത് തന്നെ അറിയണം, അത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, ഡ്രൈവ് ചെയ്തിട്ട് തന്നെ അറിയണം. പിന്നെ റാപ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്, അവിടെ അല്ല, ഈ ഒരു ഹാൻഡിലിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. ഇത് ആക്ച്വലി എപ്പോഴും പിടിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് പോയതാണ് കേട്ടോ. അതിന് നമുക്ക് ക്ലിയർ ആക്കണം ടൈം പോലെ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടും ആ ഒരു സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ. ഫ്രണ്ടും സൈഡ് വ്യൂ ഒക്കെ വേറെ ഒരു ലക്ഷ്യമില്ലാത്തൊരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. എങ്ങനെയുണ്ട് ബാക്ക് വ്യൂ? നൈസ് അല്ലേ?
പിന്നെ ബാക്ക് വ്യൂവിലും നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു സെയിം തീമിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പിനിടെ ആ ഒരു കവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തീമിൽ തന്നെയാണ് ഗ്രീനും ഫോജറും കൂടിയിട്ടുള്ള ഒരു തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട്. അത് ആക്ച്വലി ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു വണ്ടി വന്നിട്ട് ബാക്കിൽ തട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആക്കാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കാണ്. അത് കൊണ്ടുപോയിട്ട് ക്ലിയർ ആക്കണം. അതുപോലെ അടിയിൽ നോക്കുകയാണെങ്കിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബെൻഡായിട്ടുണ്ട്. കാരണം നല്ല അടി അടിച്ചു. ആ വണ്ടറ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ നമ്മുടെ വണ്ടറ വലിയ കാര്യമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായില്ല. റാപ്പിളകും അതുപോലെ ഡിഫ്യൂസറിൻ്റെ മുകളിൽ ചെറിയ ചില്ലറ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും നമ്പർ പ്ലേറ്റ് ഒന്ന് ബെൻഡാവും ചെയ്തോളൂ കേട്ടോ. അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ അവർക്കും കുഴപ്പങ്ങളൊന്നുമില്ല, സേഫാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഗ്ലോസി ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാണ് വരുന്നത്. റാപ്പ് വന്നിട്ട് മാറ്റാണ്, ഫോജുര് വന്നിട്ട് മാറ്റാണ്. പിന്നെ ഈ ഗ്ലോസി കാണുന്നത് സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്ക് വന്നിരുന്ന ആ ഒരു സെയിം കളർ തന്നെയാണ് ഈ ഒരു ഗ്ലോസി കാണുന്നത് കേട്ടോ. ബാക്കി ആ മാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് റാപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ടൈൽ ലൈറ്റ് ആക്ച്വലി ഈ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തത് നമ്മൾ നോർമലി സ്റ്റോക്ക് ടൈൽ ലൈറ്റിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചതോ കാര്യങ്ങളൊന്നുമല്ല. ഇതിനായിട്ടൊരു കവർ വരുന്നുണ്ട്, നമ്മുടെ ടൈൽ ലൈറ്റിനായിട്ടൊരു കവർ വരുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മോക്കോട് കൂടിയിട്ട്. ആ ഒരു കവറും കാര്യങ്ങളും ആഡ് ചെയ്താണ് 3M വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പീസ് വരും, ഇവിടെയും 2 പീസ് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലാക്ക് തീം ഇങ്ങനെ ബാക്കിൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്ലാക്കിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ട് കാണിക്കാനുള്ളത് നമ്മുടെ വീൽസ് ആക്ച്വലി 24 ഇഞ്ച് വീൽസ് ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. നോർമലി സ്റ്റോക്ക് വരുന്ന വീൽ എന്ന് പറയുമ്പോൾ 20 ഇഞ്ച് വീൽസ് ആണ്. ആ സ്റ്റോക്ക് വീൽസ് നമ്മൾ എടുക്കുമ്പോൾ സ്റ്റോക്ക് വീൽസ് ആയിരുന്നു. ആ സ്റ്റോക്ക് വീൽസ് മാറ്റിയിട്ടാണ് നമ്മൾ 24 ഇഞ്ച് വീൽസിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. വീൽസ് വേറെ തന്നെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ വണ്ടിക്ക്. കണ്ടോ, മൻസൂറുടെ വീൽസ് ആണ്. പിന്നെ ഈ ലോഗോ വന്നിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ലോഗോ അങ്ങനെ തന്നെ നിൽക്കും. അതായത് ടയർ തിരിയുമ്പോൾ ലോഗോ അങ്ങനെ തന്നെ, മൻസൂറിൻ്റെ ലോഗോ അങ്ങനെ തന്നെ നിൽക്കും, അത് തിരിയില്ല. നമ്മൾ റോൾസ് റോയ്സ് ഒക്കെ കണ്ടിട്ടില്ല, ആ ഒരു സെയിം സെറ്റപ്പാണ് ഇതിലുള്ളത്. ഓക്കെ, പിന്നെ 24 ഇഞ്ച് വീൽസിൽ നമ്മൾ ടയേഴ്സ് ഇട്ടിട്ട് 35 പ്രൊഫൈൽ ടയറാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ മസ്താങ്കിലും 35 പ്രൊഫൈലാണ്, നമ്മുടെ സിവിക്കിലുള്ള 40 പ്രൊഫൈലാണ്. അപ്പോൾ അതിനേക്കാൾ കുഞ്ഞ പ്രൊഫൈൽ ടയറാണ് നമ്മളിതിൽ ഇട്ടേക്കുന്നത്. നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന 18 ഇഞ്ച് വീൽസിൽ സിവിക്കിലുണ്ടായിരുന്ന 35 പ്രൊഫൈലായിരുന്നു. അപ്പോൾ ആ ഒരു ബൾക്കി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ വീൽസും ഇത്രയും ചെറിയ പ്രൊഫൈൽ ടയറും നമ്മൾ ഇട്ടത് കേട്ടോ. അത് വേറെ തന്നെ ഒരു ലുക്ക് നമ്മുടെ വണ്ടിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. പിന്നെ വീൽസ് കുറച്ചുള്ളിലേക്കാണ്, ഒരു ചെറിയ സ്പേസിൽ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ടൈം കിട്ടാത്തതുകൊണ്ട് ചെയ്യാത്തതാണ്. ഇനി നമുക്ക് വഴിയെ സമയം പോലെ നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കംപ്ലീറ്റ്ലി. നിങ്ങൾ കണ്ടില്ലേ, വേറെ തന്നെ ഒരു മൂഡാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി എന്ന് നിങ്ങൾ തന്നെ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങി ചെറിയൊരു ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതാണ് നമ്മുടെ ആ ഒരു ഡിഫൻഡറിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വ്യൂ. ഉള്ളിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് തീമിലാണ് വണ്ടർ ഇൻറ്റീരിയർ ഇരിക്കുന്നത്. ഇൻറ്റീരിയറിൽ വേറെ നമ്മൾ മോഡോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ക സ്റ്റോക്കിലാണ് ഇരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് കവർ ഇതിലുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഉള്ളതാണ്, അവർ മാറ്റിയിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി വരുന്ന ഒരു അൽക്കന്താറിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാറ്റാത്തത്. നല്ല കംഫർട്ടും കാര്യങ്ങളും ഉണ്ട് അതിൽ. പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷനും ഈ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ നോർമൽ ഓട്ടോമാറ്റിക്കിൽ ഇട്ടിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തട്ടിയിട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് മോഡായി. പിന്നെ നമുക്ക് പാൽ ഷിഫ്റ്റൊക്കെ ഷിഫ്റ്റ് ചെയ്യണ പോലെ നമുക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ചും കൂടെ പവർ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡൗൺ ചെയ്യുക. S4, S3, S2 നമ്മളിവിടെ നിന്ന് കാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഉണ്ടാ ഇങ്ങനെ ഉണ്ടാ എൻ്റെ മോനെ ആ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. കാരണം അതിൽ നമ്മൾ ഈ ഒരു സ്പോർട്സ് മോഡിൽ നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ഫീലാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് പൊന്തിയത് കണ്ടോ, നമ്മൾ കാല് കൊടുക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടും വണ്ടിക്ക്. ഇപ്പോൾ നമ്മൾ G63യുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, വണ്ടി ഇങ്ങനെ കാല് കൊടുത്ത് പോകുമ്പോൾ ഇങ്ങനെ പൊന്തി പോകണം. ആ സെയിം ഫീലാണ് കേട്ടോ നമുക്ക് ഇതിൽ കിട്ടണത്. അത് എന്താ പറയുക, വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല, പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലോ വേറെ ഒരു അനദർ ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഡയറക്റ്റ് നമ്മളറിയാത്ത ഒരുപാട് പിള്ളേർ, ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടും കമൻറ്റ് ചെയ്തിട്ടും ചോദിച്ചൊരു കാര്യമാണ് നമ്മളോട് സേഫ് അല്ലേ എന്ന്. നമ്മളോട് സേഫാണ്, വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല.
നമ്മൾ ജസ്റ്റ് എത്തിയ പാട് യുദ്ധമായതുകൊണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും കാണാഞ്ഞതാണ്, പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അനാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നടത്താറുന്നു, ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രമായി. നോർമലാണ്, എന്നാലും ഇങ്ങനെ യുദ്ധം നടക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളങ്ങനെ ആക്കി. നമ്മുടെ UAE ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളൊരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം നോർമലാണ്. പക്ഷെ നമ്മളായിട്ട് ഒതുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും കാണാഞ്ഞത്. പിന്നെ നമ്മുടെ മസ്താങ്ങിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി, അതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. മസ്താങ്ങിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഡിഫൻഡറിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫുൾ റിവ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ അല്ല ഇത്, അങ്ങനെ ഇരുന്നിട്ട് കാണണ്ട. ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഓൾറെഡി മുന്നിട്ട് വീഡിയോ ഉണ്ട്, നമ്മൾ സർക്കാരുടെ ഡിഫൻഡർ എടുത്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്യാനും വണ്ടി താഴ്ത്താനൊക്കെ പറ്റും. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിലാണ് കിടക്കുന്നത്. ഇത് നമ്മൾ ടോപ്പിലേക്ക് കഴിഞ്ഞാൽ വണ്ടി ഒന്നുകൂടെ ഹൈറ്റ് ആവും, ലിഫ്റ്റ് ആവും. അത് നമുക്ക് ഡെസേർട്ടിലൊക്കെ പോകുമ്പോൾ ഒരുപാട് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ സെൻറ്ററിലാണ് നോർമൽ ഡ്രൈവിൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് താവും. കാണുന്ന സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ട ഇവിടെ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ടിരിക്കും. ഇതൊരു മിഡ് റേഞ്ചിലുള്ള ഒരു ഹൈറ്റ്, ഇതെന്ന് പറയുമ്പോൾ ഫുൾ ഹൈറ്റ്. അപ്പോൾ ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു ഹൈറ്റിലോട്ട് നല്ലോണം താഴത്തോട്ട് വണ്ടി വന്നിരിക്കും. അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു ക്രൗഡുള്ളടത്തൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴുമ്പോൾ ഉണ്ടല്ലോ എല്ലാ ആൾക്കാരും നോക്കും. അതൊരു വേറെ ഫീൽ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ. പിന്നെ വളരെ പവറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എനിക്ക് മെയിൻലി ഇഷ്ടമുള്ളത്. പിന്നെ കംഫോർട്ട്, നമ്മൾ വണ്ടി ഇങ്ങനെ ഈ കോലാക്കിയതിൻ്റെ പേരിലുള്ള റിയാക്ഷൻ, അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അധികം പറഞ്ഞിട്ട് ലാഗാക്കണില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കമൻറ്റിൽ അറിയിക്കുക, മറക്കണ്ട. കമൻറ്റിൽ അറിയിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാകണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.